സംസ്ഥാന സർക്കാരിന്റെ ക്യാബിനറ്റ് പദവികൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ഉടൻ വേണമെന്ന് ഘടകകക്ഷികൾ. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ്, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ഘടകകക്ഷികളാണ് വിവിധ ക്യാബിനറ്റ് പദവികൾ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്യാബിനറ്റ് പട്ടികയിൽ ഉൾപ്പെട്ട ഭരണപരിഷ്കാര കമ്മീഷൻ, ഡൽഹിയിലെ കേരള പ്രതിനിധി ഉൾപ്പെടെ ചില പ്രധാന പദവികൾക്ക് വേണ്ടിയാണ് ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ പദവിയിലേക്ക് ലീഗ് MK മുനീറിന്റെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണരംഗത്തെ പരിചയസമ്പത്ത് കണക്കിലെടുത്ത് PJ ജോസഫിനും ഈ പദവിക്ക് അർഹതയുണ്ടെന്ന് ജോസഫ് വിഭാഗവും വാദിക്കുന്നു. UDFിൽ പങ്കാളിയായ ഫോർവേഡ് ബ്ലോക്ക് G ദേവരാജന് വേണ്ടി ഡൽഹി പ്രതിനിധി പദവിയാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ UDFിൽ പൂർണ്ണ പങ്കാളിയല്ലാത്ത RMP നിലവിൽ അവകാശവാദങ്ങൾ ഒന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല. VM സുധീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ പദവിയിലേക്ക് എത്തിക്കണമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ AICC നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വയോജന കമ്മീഷന്റെ അധ്യക്ഷ പദവിയായിരിക്കും MK മുനീറിന് ലഭിക്കുക. PJ ജോസഫിന് വേണ്ടി മന്ത്രി മോൻസ് ജോസഫ് KPCC അധ്യക്ഷനുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2.5 വർഷത്തിനു ശേഷം മന്ത്രി പദവി പ്രതീക്ഷിക്കുന്ന മാണി C കാപ്പൻ തൽക്കാലം നോർക്ക വൈസ് ചെയർമാൻ പദവി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. UDFുമായി വലിയ അടുപ്പത്തിലുള്ള മന്ത്രി അനൂപ് ജേക്കബിനെ മാറ്റാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മാണി C കാപ്പന് നോർക്ക വൈസ് ചെയർമാൻ പദവി നൽകി തൃപ്തിപ്പെടുത്താനുള്ള നീക്കവും കോൺഗ്രസിനുണ്ട്. ഡൽഹി ബന്ധം ഉയർത്തിക്കാണിച്ചാണ് G ദേവരാജൻ ഡൽഹി പ്രതിനിധി പദവി എന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. ബോർഡ്, കോർപ്പറേഷൻ ചെയർമാൻമാരെ നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനം വൈകുന്നത് ഭരണപ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ടെന്ന് വ്യാപകമായ പരാതി ഉയരുന്നുണ്ട്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ UDF യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.